നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. വളരെ സംഭവബഹുലമായ ദിവസങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് കടന്നു വരുന്നു. ഇതിനിടയിൽ ഇസ്രായേൽ കൂടുതൽ അഗ്രസീവ് മോഡിലേക്ക് മാറുന്നോ എന്ന സംശയം. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ഇസ്രായേൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലെ അലപ്പോ തുടങ്ങിയ മേഖലകളിലേക്ക് ശക്തമായ ആക്രമണവുമായി മുന്നേറുന്നു. മറുവശത്ത് ഗാസയിൽ അവരുടെ ആക്രമണ പരമ്പരകൾക്ക് ഒരു കുറവുമില്ല. ഇതിനിടയിൽ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ. ഖത്തർ ഇതുവരെ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഒരു മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിച്ചിരുന്നു. ഈജിപ്തിനൊപ്പം അമേരിക്കയ്ക്കൊപ്പം ഹമാസുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടത്തി ഒരു വെടിനിർത്തലിലെത്തും എന്ന പ്രതീക്ഷ ലോകത്തിനുണ്ടായിരുന്നു ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഹമാസിനോട് ഖത്തർ വിട്ടൊഴിയാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഒരു വശത്ത്. മറുവശത്ത് തങ്ങളിനി മധ്യസ്ഥ ചർച്ചകൾക്കില്ല എന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു ട്രംപ് ഇഫക്റ്റ് ആണോ, അതോ ഖത്തറിന്റെ ഒരു തനിനിറം ഇസ്രായേലിന് ബോധ്യപ്പെട്ടു, അത് ട്രംപ് കൂടി മനസ്സിലാക്കും എന്ന ഭയമാണോ? എന്താണ് അവരുടെ ഒരു പെട്ടെന്നുള്ള ഈ മലക്കം മറിച്ചിലിന്റെ കാരണം? അതോ ഹമാസ് വീണ്ടും ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്നു? ഇവിടെ ഹമാസ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയാണോ അതോ ഇത്തിൽക്കണ്ണിയാണോ എന്നതാണ് വിഷയം. ഒരു ഇത്തിൽക്കണ്ണി പോലെ ഹമാസ് മറ്റ് രാജ്യങ്ങളുടെ സ്പേസ്, ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫിസിക്കൽ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കാം എന്ന ഒരു നിലപാടിന്റെ ഏറ്റ ഒരു തിരിച്ചടിയാണ്. ഖത്തറിലായിരുന്നു ഇസ്മായിൽ ഹനിയ, ഹമാസിന്റെ തലവനായിരുന്ന പൊളിറ്റിക്കൽ ഹെഡായിരുന്ന ഇസ്മായിൽ ഹനിയ വർഷങ്ങളോളം താമസിച്ചിരുന്നത്. അദ്ദേഹം ഗസയിൽ പോകാറായില്ലായിരുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന സിൻവാർ അവിടെ തന്നെയാണ്, ഗസയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരുന്നത്. അപ്പം ഖത്തറിന്റെ ഒരു നയം എല്ലാ രാജ്യങ്ങളുമായും, അതായത് അമേരിക്കയുമായും റഷ്യയുമായും ഇറാനുമായും ഇസ്രയേലുമായും അതുപോലെ തന്നെ ഈ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുമായും എല്ലാം തന്നെ ചർച്ചയിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും ഒരു വക്താവാണ്, അല്ലെ എല്ലാവരുടെയും ഒരു കോമൺ മീറ്റിംഗ് ഗ്രൗണ്ടാണ് ഖത്തർ. അത് ഖത്തറിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ ട്രംപ് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്? ഈ ട്രംപിന്റെ ഇസ്രായേൽ പോളിസി, ഇസ്രായേൽ പാലസ്തീൻ പോളിസി, അതേക്കുറിച്ച് ഇപ്പോൾ ഒരു ഊഹം മാത്രമേ ഉള്ളൂ. നമ്മൾ പൊതുവെ പറയും ട്രംപ് സമാധാനപ്രിയനാണ്. അദ്ദേഹത്തിന് 2016 മുതൽ 20 വരെ അദ്ദേഹം അമേരിക്കയുടെ ഭാഗതയെ നിർണയിച്ച സമയത്ത് ലോകം പൊതുവെ ശാന്തമായിരുന്നു. അമേരിക്ക കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല. അതേസമയം ബൈഡന്റെ കാലഘട്ടം സംഘർഷഭരിതമായിരുന്നു. ഉക്രൈൻ ആകട്ടെ ഈ വെസ്റ്റ് ഏഷ്യ ആകട്ടെ എല്ലാം തന്നെ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യമാണ്. അതിൽ നിന്നും കുറച്ചുകൂടി ഒരു സ്റ്റെബിലൈസ് ചെയ്യുക, അമേരിക്ക വലിയ തോതിൽ പണം ചെലവഴിക്കില്ല എന്ന ട്രംപിന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. വിദേശത്ത് ഓപ്പറേഷൻസിനായി അധിക പണം ചെലവഴിക്കില്ല. നെയ്റ്റോയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ അമേരിക്ക തയ്യാറല്ല. ഇനിയും അവരുടെ സുരക്ഷ, യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കുറവായിരിക്കും. ഇത് തന്നെ ആകുമോ ഇസ്രായേൽ നയത്തിലും? ഇത് തന്നെയാകുമോ ഇസ്രായേലിന്റെ സുരക്ഷയുടെ സിംഹഭാഗവും ഇസ്രായേൽ തന്നെ നോക്കണം എന്നാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് നീങ്ങാൻ ഇസ്രായേലും നിർബന്ധിതരാകും. പക്ഷെ ട്രംപ് ആണ് ആളെന്നുള്ളത് കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇറാൻ ഉൾപ്പെടെ വളരെ സേഫായിട്ടാണ് ഇപ്പൊ നീങ്ങുന്നത്. കാര്യമായ പ്രസ്താവനകൾ ഒന്നും തന്നെ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോഷ്യസ് ഓപ്റ്റിമിസം എന്നാണ് ലോകത്തിന്റെ പൊതു നിലപാട്. ഇറാനും ഒരുപക്ഷെ ഖത്തറും കൈ പൊള്ളുമോ എന്നൊരു പേടിയുണ്ട്. ട്രംപിന്റെ ഒരു നയം വ്യക്തമല്ല അക്കാര്യത്തിൽ. നമുക്ക് സൂചനകൾ മാത്രമേ ഉള്ളൂ. ട്രംപ് സമാധാനപ്രിയൻ, പക്ഷേ ആ സമാധാനം കൈവെടിഞ്ഞാൽ ട്രംപ് നാളെ എന്തിനും മടിക്കില്ല എന്ന ഒരു ഭയം ഈ ഒരു ഹമാസിനെ അവിടുന്ന് മാറ്റി നിർത്താനുള്ള ഖത്തറിന്റെ തീരുമാനത്തിന് പിന്നിൽ ഒരു പക്ഷേ അതാകാം. 2012 ഹമാസിന് ദോഹയിൽ ഒരു ആസ്ഥാനം അനുവദിക്കുന്നത്. അവരുടെ രാഷ്ട്രീയകാര്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് 2012 മുതൽ. പിന്നീട് ബറാക് ഒബാമയുടെ കാലഘട്ടത്തിൽ 2016 ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ കേന്ദ്രം ദോഹയിൽ തുടർന്നു. അതൊരു നയതന്ത്ര കാര്യാലയമായി പ്രവർത്തിച്ചു. പക്ഷെ അന്ന് മുതൽ ഇസ്രായേൽ ഇതിൽ വലിയ കൺസേൺ പുലർത്തിയിരുന്നു. ഇസ്രായേൽ പലപ്പോഴും അമേരിക്കയോടും മറ്റ് പല വേദികളിലും ഈ തങ്ങളുടെ ഒരു സംശയം ഉന്നയിച്ചിരുന്നു. ഹമാസ് അവരുടെ ഫണ്ട് വലിയ തോതിൽ ദോഹ കേന്ദ്രീകരിച്ച്
സമാഹരിക്കുന്നു. ഈ പണം ഗാസയിൽ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വിജിലന്റ് ആകണം അമേരിക്ക എന്ന ആവശ്യം പലപ്പോഴും ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊന്നും നേരിട്ടുള്ള അതിശക്തമായ ഒരു യുദ്ധഘട്ടത്തിലേക്ക് ഇരുവരും കടന്നില്ല. ഒക്ടോബർ 7, 2023 ആ ഭീകരാക്രമണം ഇസ്രയേൽ അന്നു മുതൽ ഖത്തറുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിലും അമേരിക്കയ്ക്ക് മുന്നിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയത് ഒരു ഓർഗനൈസ്ഡ് ആക്രമണമായിരുന്നു. അതിന് അവരുടെ രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ തലവന്മാരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചായിരിക്കും അതിന്റെ ഗൂഢാലോചന നടന്നത്. എന്തുകൊണ്ട് ഖത്തറിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വേണ്ടത്ര മുന്നറിയിപ്പുകൾ അമേരിക്കയ്ക്ക് കൈമാറിയില്ല, ഇസ്രയേലിന് കൈമാറിയില്ല? ഖത്തറിന് ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു? അന്നു മുതൽ തികഞ്ഞ സംശയത്തിലാണ് ഖത്തറിന്റെ നീക്കങ്ങൾ ഇസ്രയേൽ നോക്കിക്കാണുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ അവരുടെ അനാലിസിസുകളിൽ മുഖ്യമായി പറയുന്നത്. ഇവിടെ ഉയരുന്ന കാതലായ വിഷയം എന്ന് പറയുന്നത് ഖത്തറിന് ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് സൂചന ഉണ്ടായിരുന്നോ? ഇപ്പോൾ തെളിയുന്ന ചിത്രം ആ ഒരു സൂചനയെ ഉണ്ടായിരുന്നില്ല. ഈ വിഷയം പൂർണ്ണമായി ഇറാൻ വരച്ച തിരക്കഥ, എഴുതിയ തിരക്കഥ വരച്ച വരയിലൂടെ ഹമാസ് നീങ്ങി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഖത്തറിനോട് കാട്ടിയ വിശ്വാസവഞ്ചനയാണ്. ഖത്തർ ബേസാക്കിയ ഒരു പ്രസ്ഥാനം, അത് ചിലർ തീവ്രവാദ പ്രസ്ഥാനമെന്നും ചില രാഷ്ട്രീയ പ്രസ്ഥാനമെന്നും ഇതിന്റെ രണ്ടിന്റെ മധ്യ എന്നും ഒക്കെ പറയുന്ന ആ ഒരു പ്രസ്ഥാനം, അപ്പൊ ഖത്തറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സോയ്മോൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഫണ്ടിങ്ങിന് വേണ്ടി റൂട്ട് ചെയ്യാനുള്ള ഒരു ഇടത്താവളമായി ഖത്തറിനെ കരുതുന്നത് ഒരു പരിധിവരെ ഖത്തറിന് അസ്വീകാര്യമാണ്. അതുകൊണ്ടാണ് ഖത്തർ പറയുന്നത്, ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നടത്തിയ ഈ നീക്കത്തിന് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദിയാകും? ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാര താല്പര്യങ്ങളാണ്. ആരെയും പിണക്കാതെ ഒരു ഹബ്ബായി പ്രവർത്തിക്കുക, ഒരു ഡിപ്ലോമാറ്റിക് ഹബ്ബായി പ്രവർത്തിക്കുന്നത് ഇരു കൂട്ടരെയും ആവശ്യമുണ്ട്. മധ്യ പൗരസ്ത്യ പ്രദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ല, അവിടെ ഇസ്രായേലിന് മറ്റൊരു വാദമുഖമുണ്ട്. ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇതുവരെ ആ സംഭവത്തെ ഖത്തർ അപലപിച്ചില്ല. എന്തുകൊണ്ടാണ് ഖത്തർ അപലപിക്കാത്തത്? ഇത്തരം ഒരു മൃഗീയമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തിയിട്ട് ഖത്തറിനൊരു ഉത്തരവാദിത്വമില്ലേ ഹമാസിനെ അപലപിക്കാൻ, ഹമാസിനോട് വിശദീകരണം ചോദിക്കാൻ? അക്കാര്യങ്ങളിൽ അത്തരമൊരു നിലപാട് എന്തുകൊണ്ട് ഖത്തർ എടുത്തില്ല? അതിന്റെ പ്രധാന കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖത്തർ ഒരു അറബി രാജ്യമാണ്. പലസ്തീനിയനിലും അറബികളാണ്. ഇപ്പോൾ ഒരു അറബി ഖൗസ് അതിനകത്തുണ്ട്. അതിനിടയ്ക്കേക്കാണ് നോൺ അറബി രാജ്യമായ ഇറാൻ വന്നുപെടുന്നത്. ഇറാൻ അവിടെ വരുമ്പോൾ അവിടെ ഒരു ആഭ്യന്തരമായി ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അറബികളുടെ അവകാശമായ ഒരു അറബി രാജ്യം പുതിയതായി രൂപപ്പെടേണ്ട പലസ്തീൻ എന്ന അറബി രാജ്യത്തിന് പിന്തുണ നൽകാൻ നോൺ അറബ് രാജ്യമായ ഇറാൻ രംഗത്ത് വരുന്നു. അപ്പൊ ഇതിനിടയിൽ മധ്യസ്ഥത വഹിക്കാൻ പരുവപ്പെട്ടു വരാൻ ഖത്തർ എന്ന രാജ്യം നിൽക്കുന്നു. അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല, അതുപോലെ ഹമാസിനെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല. അതൊരു ഇന്ത്യ ഇപ്പോൾ ലോകത്തെടുക്കുന്ന ഒരു നിലപാട്, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. തന്ത്രപരമായ പരമാധികാരം എന്ന് പറയുമ്പോൾ നമുക്ക് നിലപാടുകളുണ്ട്, പക്ഷേ രണ്ട് കൂട്ടരെയും പിണക്കാതെ, ഉക്രൈനെയും റഷ്യയും പിണക്കാതെ, ഇസ്രയേലിനെയും പലസ്തീനെയും പിണക്കാതെ, രണ്ട് വിഭാഗത്തെയും കൂട്ടിച്ചേർക്കുന്ന ഒരു തന്ത്രപരമായ ബ്രിങ്ക്മാൻഷിപ്പ്, ഈ ഒരു നിലപാട്, ആ നിലപാട് എടുക്കാൻ തക്ക വലിപ്പം ഇന്ത്യക്കുണ്ട്. പക്ഷേ അതിനുള്ള വലിപ്പം ഖത്തറിനുണ്ടോ എന്നതാണ് ചോദ്യം. ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വളരെ ഹൈ ആയിരിക്കാം, പക്ഷേ അത്രയും വലിയ ശക്തികൾ, വൻ ശക്തികളാണ് ചുറ്റുപാടുമുള്ള. ആ ശക്തികളുടെ ശാക്തിക പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തക്ക വലിപ്പം ഉണ്ടോ? അപ്പോൾ ഒരു നിലപാടെടുക്കണമെങ്കിൽ ആ വലിപ്പം ഉണ്ടാക്കണം. ഖത്തറിന് എന്തുകൊണ്ട്, സോയ്മൻ ചോദിച്ച ചോദ്യം അതാണ്, എന്തുകൊണ്ട് ആ നിലപാടെടുത്തില്ല? ഖത്തർ ഞങ്ങളുടെ മണ്ണ് ദുരുപയോഗപ്പെടുത്തിയതിനെ എന്തുകൊണ്ട് അപലപിച്ചില്ല? ഇസ്രയേലിനെ ആക്രമിച്ചതും അപലപിച്ചില്ല, തിരിച്ച് ഇസ്രയേൽ ആക്രമിച്ചതും ആ രീതിയിൽ അപലപിച്ചില്ല. പക്ഷെ ഇതിനകത്ത് ഉള്ള പ്രധാന ചോദ്യം എന്ന് പറയുന്നത് അതിനുള്ള വലിപ്പം. താവളം ഒരുക്കാൻ എളുപ്പമാണ്, ഒരു നയതന്ത്ര ചർച്ചയ്ക്കുള്ള മേശ ഒരുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു നിലപാടെടുത്ത് അരുത് കാട്ടാള എന്ന് പറയാനുള്ള വലിപ്പം ഖത്തറിന് ഇല്ലാതെ പോകുന്നു എന്നതായിരിക്കാം ആ ഒരു പ്രഹേളികയ്ക്ക് പിന്നിൽ. പ്രേക്ഷകരുടെ കൂടി ഒരു വ്യക്തതയ്ക്കാണ്. അറബിക് നോൺ അറബിക് എന്ന് പറയുമ്പോൾ ഒന്ന് അറബിക് ഉദ്ദേശിക്കുന്നത് സുന്നി വിഭാഗങ്ങളുടെ ഒരു പ്രദേശം എന്ന നിലയ്ക്കാണോ? നോൺ അറബിക് എന്ന് ഉദ്ദേശിച്ച കൃത്യമായി പറയാനാവില്ല. കാരണം പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്,
ആ പ്രദേശത്തെ മുസ്ലിങ്ങളെല്ലാം അറബികളാണ്. അല്ല, അറബികളുണ്ട്, അറബികളല്ലാത്തവരുണ്ട്. ഇപ്പം അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ അബ്രഹാമിന് ഹാഗാറിന്റെ മകൻ ഇസ്മായിലിലൂടെ പിന്തുടർച്ചാവകാശം ലഭിച്ച വിവിധ ജനപദങ്ങളാണ് പൊതുവെ അറബികൾ എന്ന് പറയുന്നത്. അത് മധ്യപൗരസ്ത്യ പ്രദേശത്ത് മാത്രമല്ല, വടക്കൻ ആഫ്രിക്കയിലും അറബികൾ സാന്നിധ്യമുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്റ്റ്, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, സുഡാൻ, ഇതൊക്കെ മൊറോക്കോ, ഈ രാജ്യങ്ങളെല്ലാം അറബ് രാജ്യങ്ങളാണ്. അതുപോലെ വെസ്റ്റ് ഏഷ്യയിലെ സിറിയ, ഇറാഖ്, അതുപോലെ ജോർദാൻ, ലെബനൻ, സൗദി അറേബ്യ, ഒമാൻ, ഇതെല്ലാം കുവൈറ്റ് അല്ലെ, ഖത്തർ തന്നെ, ബഹ്റൈൻ, ഇതെല്ലാം UAE, എല്ലാം അറബ് രാജ്യങ്ങളാണ്. എന്നാൽ ഇറാൻ അറബ് മേഖലയ്ക്ക് വെളിയിൽ, ഇറാഖ് അറബിയാണെങ്കിലും ഇറാഖിനും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഇറാനും അഫ്ഗാനിസ്ഥാനും ഒന്നും അറബ് രാജ്യങ്ങളല്ല. അതുപോലെ ടർക്കി, കുറച്ചുകൂടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ടർക്കി അറബ് മേഖലയ്ക്ക് കുറച്ച് വടക്കാണ്. അപ്പം അതുകൊണ്ട് അറബി മേഖല എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി അവിടെ ആവശ്യമുണ്ട്. ഈ അറബി മേഖലയിലെ ഒരു പ്രശ്നത്തിന് അറബ് ഇതര ഒരു ഇസ്ലാമിക രാജ്യം വന്നു പെടുമ്പോൾ അതിനൊരു ഷിയ സുന്നി രൂപം വരികയാണ്. ഉദാഹരണത്തിന് ഇറാഖ് ഒരു അറബ് രാജ്യമാണ്, പക്ഷേ ഇറാഖിന്റെ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ഷിയാകളാണ്. ഇറാഖിൽ 60% ഷിയാകളും ഒരു 30% സുന്നികളും 10% മറ്റ് വിഭാഗക്കാരുമാണ്, കുർദുകളും എല്ലാമാണ്. അതുകൊണ്ട് ഇറാഖ് ഇപ്പം അറബിയുമാണ്, അതേസമയം പകുതി ഷിയായുമാണ്. അതുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ സൗദി അറേബ്യ സുന്നി രാജ്യമാണ്, അറബ് രാജ്യമാണ്. സുന്നികളുടെ ഒരു വക്താവ് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വഹാബി ഒരു താല്പര്യമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ടാണ് ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യ മറുവശത്തുമാണ് എപ്പോഴും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഒരു ഗതിവിഗതികൾ. അത് തീർച്ചയായും ഇസ്രായേലി പോളിസിയിലും വരും. ഇസ്രായേലിന് സുഹൃത്ത് ബന്ധമാകാനാവുന്നത് തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളുമാണ്. അതിൽ തന്നെ സൗദി അറേബ്യയുമായി വളരെ ചങ്ങാത്തത്തിൽ തന്നെയാണ് പോകുന്നത്. പരസ്യമായി അത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഒക്ടോബർ 7, 2023 സംഭവിച്ചത് തന്നെ സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ അബ്രഹാമിക കരാർ, അതായത് ഒരു എഗ്രിമെന്റ് ബഹ്റൈൻ സൈൻ ചെയ്തതുപോലെ, അതുപോലെ UAE സൈൻ ചെയ്തതുപോലെ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പലസ്തീനികളുടെ കാര്യം ആര് ഉന്നയിക്കും? ആ ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് മുൻപിൻ നോക്കാതെ ഇറാന്റെ മാത്രം വാക്ക് കേട്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ സുന്നി ഷിയ എന്ന ഒരു സൂപ്പർ സിംപ്ലിഫൈഡ് ഒരു രീതിയിൽ അതിനെ കാണാനാവില്ല. അറബ് ദേശീയതയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അതിനെ ഇപ്പോൾ ഒരു പ്രത്യേക രാജ്യം റെപ്രസെന്റ് ചെയ്യുന്നില്ല, പക്ഷെ ശക്തമായി നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. നോൺ അറബ് ഒരു മുസ്ലിം ദേശീയതയെ അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധതയെ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ശക്തി ഇറാനാണ്. മറുവശത്ത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം, അന്ന് താലിബാനുമായി ചർച്ച നടത്തുന്നത്, മറുവശത്ത് അമേരിക്കയുമായി ചർച്ച നടത്തുന്നത്, അതിന്റെ മധ്യസ്ഥ വേഷം അന്നും അണിഞ്ഞത് ഇതേ ഖത്തർ തന്നെയാണ്. ഈ ഖത്തറാണ് മേഖലയിലെ ഭീകരവാദം വളർത്തുന്നത് എന്ന ആക്ഷേപം UAE ഒരു കാലത്ത് സൗദി അറേബ്യയും ശക്തമായി ഉന്നയിക്കുകയും ഖത്തറിന് മേൽ കടുത്ത ഉപരോധങ്ങൾ അവർ ഏർപ്പെടുത്തുകയും ചെയ്തു. അന്നും അമേരിക്കയാണ് ഖത്തറിനെ പിന്തുണച്ചതും ചേർത്ത് നിർത്തിയത്. ഒരു വശത്ത് സൗദിയും UAEയും ഒക്കെ അമേരിക്കയുടെ പങ്കാളി രാജ്യമായി നിലകൊള്ളുമ്പോൾ മറുവശത്ത് ഖത്തറിനെ അവർ ചേർത്ത് പിടിക്കുന്ന വിചിത്ര കാഴ്ച. അത് അമേരിക്കയുടെ വാണിജ്യ താല്പര്യം മാത്രമാണോ, അതോ മേഖലയിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടോ അമേരിക്കയ്ക്ക് അതിൽ? പോളിറ്റിക്സ് മേക്സ് സ്ട്രേഞ്ച് ബെഡ് ഫെലോസ് എന്ന ഒരു തിയറി ഉണ്ട്. അതായത് അസാധ്യമായ കാര്യങ്ങളുടെ ഒരു മനോഹരമായ കലയാണ് രാഷ്ട്രീയം. അന്താരാഷ്ട്ര രാഷ്ട്രീയവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇതും സംഭവിച്ചത് ട്രംപിന്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ. തീർച്ചയായും അമേരിക്കയ്ക്ക് വാണിജ്യ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. പുറത്ത് പറയുന്നതൊക്കെ ലോക സമാധാനം എന്നൊക്കെ ആകുമെങ്കിലും വാണിജ്യ താല്പര്യമാണ്. ഖത്തറിനുള്ളതും വാണിജ്യ താല്പര്യം മാത്രമാണ്. ഈ രാഷ്ട്രീയം എന്നത് ആ വാണിജ്യ താല്പര്യം ഫർദർ ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ എന്ന രീതിയിൽ മാത്രമേ രാഷ്ട്രീയത്തെ അമേരിക്കയും ഖത്തറും ഒക്കെ കാണുന്നുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരാണ്? തൊട്ടടുത്തുള്ള രാജ്യമായ യമനിലെ ഹൂതികളാണ്. അവരാണ് ഈ സൗദി അറേബ്യയുടെ ഓയിൽ ഇൻസ്റ്റലേഷൻസിൽ ആക്രമിക്കുന്നത്. ആ ആക്രമിക്കാനുള്ള കമാൻഡ് കൊടുക്കുന്നത് ആരാണ്? അമേരിക്കയല്ല, ഇസ്രായേലല്ല, മറിച്ച് ഇറാനാണ്. ഇറാൻ നിയന്ത്രിക്കുന്ന ഹൂതികളാണ് സൗദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സൗദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആത്യന്തികമായി ഹമാസിനെ വലിയ തോതിൽ പാമ്പർ ചെയ്യുകയും ഹമാസിന് പണമുണ്ടാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഖത്തറിന്റെ മണ്ണ്, ഖത്തറിന്റെ സ്ഥാനം നോക്കുക.
ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ആ ഒരു മേഖലയാണ്. ഐലൻഡും ആ ഒരു ലാൻഡ് മാസും എല്ലാമാണ്. അപ്പൊ ആ ഒരു തന്ത്രപ്രധാനമായ മേഖല ഒരു പരിധിവരെ ഈ ഖത്തറിന്റെ മണ്ണ് സൗദി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, UAE താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കുമ്പോൾ, അത് മാത്രമല്ല 2 വള്ളത്തിലും കാലി ചവിട്ടിയാണ് ഖത്തറിന്റെ നിൽപ്പ്. സൗദിയെ പിണക്കുന്നില്ല, അമേരിക്കയെ പിണക്കുന്നില്ല, ഇറാനുമായി നല്ല സൗഹാർദ്ദം. വേറെ ഒരു രാജ്യത്തിനും ഇറാനുമായി അത്ര നല്ല സൗഹാർദ്ദമില്ല. ഖത്തറിന് മാത്രമാണ് ആ പ്രദേശത്തെ ഒരു രാജ്യം എന്ന നിലയിൽ ഇറാനുമായി ഒരു അടുപ്പമുള്ളത്. മറ്റെല്ലാം തന്നെ മിലിഷ്യകളാണ്. യമനിലെ ഹൂതികളാകട്ടെ, സിറിയയിലെ ഷിയ മിലിഷ്യകളാകട്ടെ, അതുപോലെ ഹിസ്ബുള്ള, ലെബനിലെ ഹിസ്ബുള്ള, അതുപോലെ ഹമാസ്, ഇതെല്ലാം തന്നെ പ്രോക്സികളാണ്, ഇറാന്റെ പ്രോക്സികളാണ്. അതേസമയം ഖത്തർ ഒരു ഔപചാരിക സ്റ്റേറ്റ് പ്ലെയറാണ്. അപ്പം സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇറാനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയാനാവില്ല. ഇറാനോട് നല്ല സൗഹൃദത്തിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഇറാഖും സിറിയയും പ്രത്യേക കാരണത്താൽ ഇറാനോടൊപ്പം ആത്യന്തികമായി നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അറബ് ലോകത്തെ ഖത്തർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പലരും വിചാരിച്ചതുകൊണ്ടാണ്, പല സൗദി ഉൾപ്പെടെ രാജ്യങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് GCCയിൽ നിന്നും, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ നിന്നും ഖത്തറിനെ കുറച്ചു കാലത്തേക്ക് പുറത്താക്കിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ വളരെ ഒരു ഞാണിന്മേൽ കളിയാണ്, ടൈറ്റ് റോപ്പ് വാക്കാണ്, ഡിപ്ലോമാറ്റിക് ടൈറ്റ് റോപ്പ് വാക്കാണ് ഖത്തർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നമുക്കൊരു സംശയം, ഈ ഇറാൻ എന്തിനാണ് ഈ പ്രോക്സികളെ വളർത്തുന്നത്? ഈ ഷിയ മിലിഷ്യകളെ വിവിധ രാജ്യങ്ങളിൽ അവർ നട്ടുനനച്ച് വളർത്തിയിരിക്കുന്നത് അത് ഖമനേയുടെ ഒരു മതാധികാര സ്വപ്നം മാത്രമാണ്, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമാനമോ വാണിജ്യ താല്പര്യമോ? എന്താണ് ഇറാനെ ഇത്തരത്തിൽ ഒരു ഷിയ മിലിഷ്യകളെ വളർത്താനും അവരുടെ ഒരു സാമ്രാജ്യത്വ മോഹത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാനും ഇടയാക്കുന്നത്? ഇവിടെ ശരിയായി സാമ്രാജ്യത്വ മോഹം എന്ന വാക്ക് അവിടെ വളരെ പ്രധാനമാണ്. ഇറാൻ ഒരു സിവിലൈസേഷണൽ പവറാണ്, വലിയൊരു പേർഷ്യൻ സംസ്കാരം അല്ലേ. പേർഷ്യ എന്ന് പറയുന്നത് ചരിത്രപരമായ പേർഷ്യ, പല സമയത്തും അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഇറാഖും ഇറാനും എല്ലാം ചേർന്ന ഒരു പരിധിവരെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പുഷ്കല കാലത്ത് ടർക്കിയിലേക്കും ആ മധ്യപേർഷ്യ പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളിലേക്കും എല്ലാം തന്നെ പേർഷ്യൻ എംപയറിന്റെ സ്വാധീനം വ്യാപിച്ചിട്ടുണ്ട്. ആ പേർഷ്യ ഇന്ന് ചുരുങ്ങി ഇറാൻ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. പക്ഷെ ആ ഗതകാല പ്രതാപം വീണ്ടെടുക്കാൻ, സിവിലൈസേഷണൽ ഐഡന്റിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായി ചിലരിതിനെ കാണുന്നു. പക്ഷെ ഇതിന്റെ ഇറാന്റെ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഇസ്രായേൽ ഉണ്ടായപ്പോൾ വളരെയധികം ചങ്ങാത്തത്തിലായിരുന്നു. ഇറാന്റെ ഭരണാധികാരിയായി കൊണ്ടുവന്നത് ഇറാൻ ഷായാണ്, ഷാ പഹലവി രണ്ടാമൻ. അമേരിക്കയുടെ കണ്ണിലെ ഏറ്റവും നല്ല ഡാർലിംഗ് ആയിരുന്നു ഷാ. അപ്പൊ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രണ്ടാമത്തെ രാജ്യം. അപ്പോൾ ഇസ്രായേലിനെ ആദ്യം മുതൽ അംഗീകരിച്ച ഒരു രാജ്യം. അപ്പം ഇറാൻ ജനതയ്ക്ക് അങ്ങനെ ഇസ്രായേൽ വിരോധമുണ്ട് എന്ന് കരുതാനാവില്ല. പക്ഷേ 1979 ഇസ്ലാമിക വിപ്ലവം അല്ലെ, 1979 ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ മതപരമായ പരിപ്രേക്ഷ്യമുള്ള ഒരു റിപ്പബ്ലിക് ഇവിടെ സ്ഥാപിതമാകാൻ, രാജ്യഭരണം മാറി റിപ്പബ്ലിക് 79 റൂഹല്ല ഖൊമേനി, അത് ഇപ്പോൾ വന്നിരിക്കുന്ന ആയത്തുള്ള അലി ഖമേനി. അപ്പൊ 89 മുതലാണ് ഇപ്പോഴത്തെ അലി ഖമേനിയുടെ കാലഘട്ടം. അലി ഖമേനിയുടെ കാലഘട്ടത്തേക്ക് വന്നപ്പോൾ അതൊരു ആന്റി അമേരിക്കനിസം എന്ന് പറയുന്നത്, ഇപ്പൊ കൊറിയയിൽ കിം ജോങ് ഉൻ നട്ട് നനച്ച് വളർത്തുന്ന ഒരു വികാരമുണ്ട് നോർത്ത് കൊറിയയ്ക്കുള്ളിൽ. അതുപോലെ ഒരു ആന്റി അമേരിക്കൻ വികാരം നട്ട് നനച്ച് വളർത്തുന്ന ഒരു ജനത. എങ്കിൽ പോലും ആ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ പെസഷ്കിയാൻ വിജയിച്ചു വന്നത്. അതുകൊണ്ടാണല്ലോ മിതവാദിയായ മസൂദ് പെസഷ്കിയാൻ വിജയിച്ചു വരാനുള്ള കാരണം അയത്തുള്ള അലി ഖമേനിയുടെ ആശീർവാദത്തോടു കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എങ്കിൽ പോലും ഒരു തീവ്ര നിലപാടുള്ള ആളല്ല പെസഷ്കിയാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിനല്ല അവിടെ പ്രാധാന്യം, മറിച്ച് ഒരു മതപരമായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഇതിന്റെ തലപ്പത്തുള്ള ഖൊമേനി എന്തു പറയുന്നു അത് നടക്കുന്നു. ഖൊമേനി എന്താണ് ചിന്തിക്കുന്നത്? ഖൊമേനി ചിന്തിക്കുന്നത് അമേരിക്കയെ ആ പ്രദേശത്ത് എതിർക്കുക, ഇസ്രായേലിനെ എതിർക്കുക, അതുവഴി ലോകത്താകമാനമുള്ള ഇസ്ലാമിക റെസിസ്റ്റൻസിന്റെ സിവിലൈസേഷണൽ പതാകവാഹകൻ ആവുക. അതാണ് ഹണ്ടിങ്ടന്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് ദ വേൾഡ് ഓർഡർ എന്നൊരു ബുക്കുണ്ട്. അതായത് സംസ്കാരങ്ങളുടെ സംഘടനവും ലോകത്തിന്റെ പുനഃക്രമീകരണവും. ആ പുനഃക്രമീകരണം വേണ്ടി വരുമ്പോൾ ഒരു വശത്ത്
ഒരു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് സിവിലൈസേഷൻ അമേരിക്ക നയിക്കുന്ന, പാശ്ചാത്യ ലോകം നയിക്കുന്ന ഒരു സിവിലൈസേഷൻ, അതിന്റെ ഭാഗമാണ് ഇസ്രായേൽ. മറുവശത്ത് അതിനെതിരെയുള്ള റെസിസ്റ്റൻസ്, പിന്തള്ളപ്പെട്ടു പോകുന്ന കൾച്ചർ, ഭാഷ, സംസ്കാരം, ആഹാര രീതികൾ, വസ്ത്രധാരണ രീതികൾ, അത് തിരിച്ചു പിടിക്കുന്നതിനെ, സ്വത്വം തിരിച്ചു പിടിക്കുന്നതിനെ ആരെങ്കിലും മുന്നോട്ട് വരണം. അത് ഇപ്പോൾ വരുന്നത് ഒരു ജനത വരുന്നുണ്ട്, തീവ്ര വിഭാഗങ്ങൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് പ്ലെയേഴ്സായ സൗദി അറേബ്യ ആകട്ടെ, മറ്റ് രാജ്യങ്ങളാകട്ടെ, എല്ലാം തന്നെ അമേരിക്ക നേതൃത്വം നൽകുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ ഭയന്ന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്, ഓരം ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ അവിടെ റെസിസ്റ്റൻസിന്റെ കുന്തമുനയാകാൻ ഇറാൻ തയ്യാറാണ്. ആ ഒരു തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഐഡിയോളജിക്കൽ സിവിലൈസേഷണൽ റെസിസ്റ്റൻസിന്റെ മുഖമാണ് വരുന്നത്. ആ സ്പേസിലേക്കാണ് ഇറാൻ ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് മിലിഷ്യകളെയും ഭീകര സംഘങ്ങളെയും തോക്കിൻ മുനകളുമൊക്കെയാണ്. നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാൻ എപ്പോഴും ആധുനിക യുദ്ധം പലപ്പോഴും നിഴൽ യുദ്ധങ്ങളാണ്. ഇപ്പൊ നേരിട്ടുള്ള യുദ്ധം വളരെ കാലത്തിന് ശേഷമാണ് റഷ്യ ഉക്രൈൻ നേരിട്ടുള്ള യുദ്ധം. ഇറാൻ ആണെങ്കിൽ പോലും പ്രോക്സികളെ വെച്ച് നടത്തിയ യുദ്ധം കൈവിട്ടു പോയപ്പോഴാണ് 2 വേവ്സ് ഓഫ് അറ്റാക്ക്, 200-ലധികം മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പറന്നു ചെല്ലുന്ന ഒക്ടോബർ 1-ാം തീയതി, അതുപോലെ ഏപ്രിൽ മാസം 2024 ഏപ്രിൽ മാസം ഈ 2 വേവ്സ് ഓഫ് അറ്റാക്ക് സംഭവിക്കുന്നത് ഫിസിക്കൽ അറ്റാക്ക് ഡയറക്ട്ലി ഫ്രം ഇറാൻ. അത് പലപ്പോഴും ഇറാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല നേരിട്ടുള്ള. പക്ഷെ ഇസ്രായേല് പ്രോക്സികളെ വെക്കാനാവില്ല, കാരണം ഇസ്രായേൽ ഒറ്റയ്ക്കാണ്. ഈ ഇസ്രായേലിന്റെ പ്രോക്സികളില്ല, മറിച്ച് ശക്തമായ അങ്കിൾ സാം അമേരിക്ക വെളിയിലുണ്ട്. ആ ബലമാണ്. അല്ലാതെ ഇറാൻ അങ്ങനെ ഒരു ബലമില്ല. റഷ്യ നേരിട്ട് വരില്ല, ചൈന നേരിട്ട് വരില്ല. നമ്മൾ വേണമെങ്കിൽ തിയററ്റിക്കലി പറയും റഷ്യയുടെ പിൻബലമുണ്ട്, ചൈനയുടെ പിൻബലമുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പിൻബലമുണ്ട്. നേരിട്ട് വരാൻ തയ്യാറല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നൊരു സ്വപ്നമാണല്ലോ ഖമനയെ നയിക്കുന്നത്. ആ ഒരു സ്വപ്നത്തോട് ആ തലത്തിൽ റഷ്യ യോജിക്കില്ലല്ലോ. റഷ്യ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഗതകാല പ്രതാപം, അതും സിവിലൈസേഷൻ എൻറ്റിറ്റിയാണ്. റഷ്യയുടെ ഗതകാല പ്രതാപം പോയി. ഇന്ന് അന്നത്തെ മുൻകാല സോവിയറ്റ് യൂണിയന്റെ ഒരു ദുർബലമായ നിഴൽ മാത്രമാണ് ഇന്നത്തെ റഷ്യ. അത് പുടിന് നന്നായിട്ട് അറിയാം. എ വീക്ക് കൺട്രി വിത്ത് എ സ്ട്രോങ് പ്രസിഡന്റ്, അതാണ് പുടിൻ. പുടിനെ സംബന്ധിച്ചിടത്തോളം ഗതകാല പ്രതാപത്തിലേക്ക് റഷ്യയെ ഉയർത്തുന്നതിന് ഏക വഴി എന്ന് പറയുന്നത് മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ ബി ടീമായി പ്രവർത്തിക്കേണ്ടി വരും. ചൈന തന്നെയാണ് ആ ടീമിലെ, ആ ഒരു പ്രദേശത്തെ റെസിസ്റ്റൻസിന്റെ കുന്തമുന. ഇന്ന് റഷ്യ അല്ല. റഷ്യ പണ്ട് വഹിച്ചിരുന്ന സ്ഥാനം ചൈനയാണ് വഹിക്കുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിന് മുൻപ് വരെ ബ്രിട്ടൻ ആയിരുന്നു 1-ാമത്തെ ശക്തി. അതിനുശേഷം ബ്രിട്ടന്റെ ഒരു ജൂനിയർ പാർട്ണർ ആയിരുന്നു അമേരിക്ക. അങ്ങനെ ചെറിയേട്ടൻ വലിയേട്ടനായി മാറി യുദ്ധാനന്തരം. അതുപോലെ തന്നെ ശീതയുദ്ധാനന്തരം സംഭവിച്ച മാറ്റം, ചൈന ഹാസ് ഓവർടേക്കൻ റഷ്യ ഇൻ എവറി ഫോൾഡ്. അങ്ങനെ വന്നപ്പോൾ റഷ്യക്ക് അസ്തിത്വം തിരിച്ചു പിടിക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം. ചരിത്രപരമായി റഷ്യയെ ആരും കീഴടക്കിയിട്ടില്ല. നെപ്പോളിയന്റെ സൈന്യങ്ങൾക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. റഷ്യയെ ചൊറിയാൻ പോയതാണ് ഹിറ്റ്ലറിന്റെ തന്നെ പതനത്തിന് കാരണമായത്. അതുകൊണ്ട് ഒരു ശക്തിക്കും ഒരിക്കലും കീഴടക്കാനാവില്ല എന്ന ആത്മവിശ്വാസം, അത് ഭൂമി നൽകുന്ന ആത്മവിശ്വാസമാണ്. ലോകത്തിന്റെ ഭൂമിയുടെ ഒരു 1/6 ഒരു പ്രദേശമല്ലേ റഷ്യ. ഗ്രാൻഡ് സൈബീരിയ കീഴടക്കാനാവില്ലല്ലോ. അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആണവ ശക്തിയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. പക്ഷെ ഇതിനൊന്നും ഒരു പ്രവർത്തനക്ഷമതയില്ല. റഷ്യ വല്ലാതെ പിന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് റഷ്യ ഒരുപാട് രാജ്യങ്ങളുമായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള, ഇറാൻ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു സന്ധി ചെയ്തുകൊണ്ട്, അങ്ങനെയാണല്ലോ ബ്രിക്സ് എന്ന ഒരു ഓൾട്ടർനേറ്റീവിന്റെ ജനനം തന്നെ റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ താല്പര്യം തന്നെയാണ്. അപ്പൊ അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമത്തിനെതിരെ റഷ്യക്ക് റെലവെന്റ് ആയി ഡോളർ ഡോമിനേഷനെ ഒന്ന് നള്ളിഫൈ ചെയ്യണമെങ്കിൽ മറുപക്ഷമുണ്ടാകണം. ആ പക്ഷത്താണ് ഇറാനും ചൈനയും റഷ്യയും ഒക്കെ നിൽക്കുന്നത്. ആ സെൻസിൽ നോക്കുമ്പോൾ ഇന്ത്യയും അതേ പക്ഷത്ത് തന്നെയാണ്. പക്ഷെ ഇന്ത്യക്ക് കുറച്ചുകൂടി വലിയ മോഹങ്ങളുണ്ട്, സിവിലൈസേഷണൽ മോഹങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സമദൂരം പാലിക്കുന്നു. ബ്രിക്സിൽ നിൽക്കുമ്പോഴും അമേരിക്കയോടൊപ്പം ഇസ്രായേലിനോടും കൂടുതൽ താല്പര്യം. I2U2 അംഗമാണ് ഇന്ത്യ. ഇസ്രായേൽ, ഇന്ത്യ, USA, UAE, ഈ 4 രാജ്യങ്ങൾ സഖ്യം നോക്കൂ, അതിൽ അംഗമാണ്. ക്വാഡിൽ അമേരിക്കയോടൊപ്പം അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ക്വാഡിൽ അംഗമാണ്. അമേരിക്കയോടൊപ്പം ആണവ കരാർ ഒപ്പിട്ട രാജ്യമാണ് ഭാരതം, അല്ലെ? 1-2-3 അഗ്രിമെന്റ് ഒപ്പിട്ട രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തും. പക്ഷെ ഇറാൻ അങ്ങനെയല്ല.
ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയോടൊപ്പം ചേർന്ന് നിന്നെങ്കിലേ പറ്റൂ, ചൈനയോടൊപ്പം ചേർന്ന് നിന്നെങ്കിലേ പറ്റൂ ഭാവി ലോകക്രമത്തിൽ. അതുകൊണ്ടാണ് പ്രോക്സീസിനെ ഉപയോഗിച്ച് അവർ യുദ്ധം ചെയ്യുകയും, എന്നാൽ നേരിട്ട് രംഗത്ത് വരുമ്പോൾ അമേരിക്കയോ റഷ്യയോ ചൈനയോ ഇറാനെ സഹായിക്കാൻ വരില്ല എന്ന് അവർക്കറിയാം. വരും എന്നതൊരു പ്രതീക്ഷ മാത്രമാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. കാരണം ഈ മറ്റു രാജ്യങ്ങളൊക്കെ ഓരോരോ തലം പിടിച്ച് നിൽക്കുമ്പോൾ ആകെക്കൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ആശ്രയിക്കാവുന്ന ഒരു മധ്യസ്ഥ രാജ്യമായിരുന്നു ഖത്തർ. ഇനി ഹമാസുമായി എങ്ങനെ ഒരു വെടിനിർത്തൽ ചർച്ച തുടരും? ഇനി ഹമാസുമായി എങ്ങനെ ഒരു സന്ധ്യ സംഭാഷണത്തിന് ആര് മുതിരും? ബന്ദികളെ എങ്ങനെ വിട്ടയക്കും? ഇനി വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ട്രംപ്, നമ്മുടെ ചർച്ചാ വിഷയം ഡൊണാൾഡ് ട്രംപിന്റെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി 20, 2025 സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണല്ലോ. ട്രംപ് വാണ്ട്സ് ടു മേക്ക് എൻ ഇമ്പാക്ട്. ആദ്യം ഒരുപക്ഷെ സംഭവിക്കുന്നത് റഷ്യ ഉക്രൈൻ വിഷയത്തിലായിരിക്കും. ഒരുപക്ഷെ അതിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ട്രംപിന്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു ബ്ലൂ പ്രിന്റിൽ 4 വ്യത്യസ്ത ഘടകങ്ങളാണ്. ഇതെല്ലാം ട്രംപ് പറഞ്ഞാൽ മാത്രം പോരാ, റഷ്യ കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഉക്രൈൻ റഷ്യ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകൂ. അതവിടെ നിൽക്കട്ടെ. ഇസ്രയേൽ വിഷയത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ശാന്തതയ്ക്ക് വേണ്ടി ട്രംപിന് ഒരു ഫോർമുല ഉണ്ടാകണം. തീർച്ചയായും അത് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുള്ളത് സമാധാനം ഉണ്ടാകണമെന്ന് എങ്ങും തൊടാതെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇസ്രയേലിനെ കൈവിടാനാവില്ല എന്ന് നമുക്കറിയാം. ഒരു കാരണവശാലും ജോ ബൈഡൻ ഇസ്രയേലിനെ എത്രത്തോളം ചേർത്ത് പിടിച്ചോ അത്രയും തന്നെയോ അതിനേക്കാൾ കൂടുതലോ ചേർത്ത് പിടിക്കാൻ മാത്രമേ ട്രംപിനും കഴിയൂ. അത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് തന്നെയാണ്. ആ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യാത്ത ഒരു പ്രസിഡന്റിനും അവിടെ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ട്രംപിനും അങ്ങനെ ചെയ്യാനാവും. പക്ഷെ ട്രംപ് ചെയ്യുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് അമേരിക്കയുടെ പോളിസീസ്, ഒരു ഇന്നർ കോക്കസ്, ഒരു തിങ്ക് ടാങ്ക്, വേണമെങ്കിൽ ബ്രെയിൻസ് ട്രസ്റ്റ് എന്ന് പറയാം, അവരെടുത്തതിന് ശേഷം ആ പോളിസീസിനെ പുറമെ മാധ്യമ കണ്ണുകളിലൂടെ നയതന്ത്ര മേശയിലൂടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന ട്രഡീഷണൽ സങ്കല്പത്തിൽ നിന്നും ലേശം വ്യത്യസ്തമാണ് ട്രംപിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ട്രംപ് പ്രഖ്യാപനം അങ്ങോട്ട് നടത്തുന്നു. എന്റെ കയ്യിൽ അധികാരം വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്ന വിഷയങ്ങൾ ഞാൻ പരിഹരിച്ചിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ബ്ലൂ പ്രിന്റ് അതിന് ശേഷമാണ് തയ്യാറാവുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വളരെ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്ന ഖത്തറിനെ ഒരുപക്ഷെ ഖത്തറുമായി അനൗപചാരികമായി ട്രംപിന്റെ ടീം സംസാരിച്ചിട്ടുണ്ടാവാം. ഇതൊരു ഊഹം മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ ഇൻട്രസ്റ്റ് സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഖത്തറിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ വെസ്റ്റേൺ ബ്ലോക്ക് അവിടെ ഖത്തറിനെ നള്ളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രയേലിനും ഹമാസിനും തമ്മിൽ നേരിട്ട് സംസാരിക്കാനാവാത്തത് കൊണ്ട് അമേരിക്കയുടെ തന്നെ മധ്യസ്ഥത അവിടെ വേണ്ടിവരും. ഇത്രയും കാലം മധ്യസ്ഥന്റെ റോളായിരുന്നല്ലോ അമേരിക്കയ്ക്ക്. ഒരിക്കൽ കൂടി മധ്യസ്ഥന്റെ റോൾ അവിടെ വേണ്ടി വന്നാൽ ആ ശ്രമത്തിൽ ട്രംപ് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, മിസ്റ്റർ നെതന്യാഹു, യു ഹാവ് ടു സ്റ്റോപ്പ് ദ വാർ ഫസ്റ്റ്. നെതന്യാഹു 100 വട്ടം സമ്മതിക്കും. നെതന്യാഹുവിന്റെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ ഏതാണ്ട് ഫുൾഫിൽ ചെയ്തു എന്ന് ഇസ്രയേൽ ഉറപ്പുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ട്രംപ് പറഞ്ഞതുകൊണ്ട്, അച്ചായം പറഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ അത് അംഗീകരിക്കാം. പക്ഷേ അപ്പോൾ ഒരു ഉപാധി വെക്കും. ഇസ്രയേലിന് നേരെ യുദ്ധമില്ലാ കരാർ, പലസ്തീന്റെ ഭാഗത്ത് ഒരു കാരണവശാലും പലസ്തീൻ കംപ്ലീറ്റ്ലി ഡീമിലിറ്ററൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഗാസ മുനമ്പിന് കുറുകെ ഇപ്പോഴുള്ള നിലവിലുള്ള 2-3 കോറിഡോറുകളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോറിഡോറുകളിലൂടെ ഗാസയെ പലതായി വിഭജിച്ച് നിർത്തും. അവിടെ എല്ലാം തന്നെ ഇസ്രയേലിന്റെ സൈനിക പ്രസൻസ് ഉണ്ടാകും. അതെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരുപക്ഷെ 2 സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ പിന്നെന്താ മടി? അപ്പോൾ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ ഒരു സുരക്ഷ ഉറപ്പ് ലഭിക്കണം. ഇപ്പോൾ തന്നെ ആ ഉറപ്പുണ്ട്. കാരണം റമല്ല കേന്ദ്രീകരിച്ചുള്ള ആ ഒരു വെസ്റ്റ് ബാങ്കിലെ അഡ്മിനിസ്ട്രേഷൻ, പലസ്തീൻ അതോറിറ്റി, മഹ്മൂദ് അബ്ബാസ്, അദ്ദേഹം ഒരിക്കലും ഇസ്രായേലിനെതിരെ നിൽക്കില്ല. 2 പേർ, ഹൈഫനേറ്റഡ് വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ആൻഡ് ഓൾസോ ഈസ്റ്റേൺ ജെറുസലമിനെ ലോകത്തെ തന്നെ പൈതൃക നഗരമായി മാറ്റിക്കൊണ്ട് ഇസ്രയേലിന്റെ തലസ്ഥാനമായി ജെറുസലമിനെ അംഗീകരിച്ച ഒരു ലോക നേതാവാണ് ട്രംപ് എന്ന് ഓർക്കണം. പക്ഷെ ട്രംപ് പറഞ്ഞേക്കാം ഒരു പക്ഷേ, ഞാൻ ആ നിലപാടിൽ നിന്നും പിന്നാക്ക് പോകുന്നു. ഇസ്രയേലിന്റെ പൈതൃക നഗരമായി ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും വളരെ വൈകാരികമായ സ്ഥലമാണ് ജെറുസലേം നഗരം. അതങ്ങനെ നിൽക്കട്ടെ. മറ്റ് 2 ഭാഗം ചേർത്തുകൊണ്ട് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ അങ്ങനെ വന്നാൽ നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിനെ തേടി വരും.
ഇതൊക്കെ തന്നെയാണ് 78 വയസ്സുള്ള വൃദ്ധനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് 82 വയസ്സിൽ അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ, സമാധാനത്തിന്റെ ഒരു പൊന്തൂവൽ പാറിക്കളിച്ചാൽ മോശമല്ലല്ലോ. ആ രീതിയിലൊക്കെയാണ് ട്രംപ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സാധ്യമാകണമെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായി, ഇസ്രായേലിനും കൂടി സ്വീകാര്യമാകുന്ന മച്ച് മെലോ ഡൗൺ പലസ്തീൻ, അതായത് ഹമാസ് രഹിത പലസ്തീൻ. ഹമാസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഹമാസിന് പകരം മറ്റേതെങ്കിലും ഒരു ഇസ്രായേലിനെ കൂടെ അംഗീകരിക്കുന്ന, സമാധാനപരമായി സഹവസിക്കാൻ മാനസികമായി തയ്യാറെടുക്കുന്ന ഈ ഫത്താ പാർട്ടി പോലെയുള്ള ഒരു സംഘടന, ഈ രണ്ടും കൂടെ ചേർന്ന ഒരു പാലസ്തീൻ സാധ്യമാകണം എന്ന് തന്നെയായിരിക്കണം ട്രംപ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അവരങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈജിപ്റ്റ് ഒക്കെ വേണമെങ്കിൽ കടന്നു വരാം. ഈജിപ്റ്റൊന്നും അമേരിക്ക വിശ്വസിക്കില്ല, ആ രീതിയിൽ അമേരിക്ക വിശ്വസിക്കില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് തന്നെ ആ റോൾ ഭംഗിയായി വഹിക്കാൻ ലഭിക്കത്തക്ക രീതിയിൽ മറ്റു മധ്യസ്ഥന്മാരെ ഒഴിവാക്കി എല്ലാവരും അമേരിക്കയെ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരണം എന്ന ഒരു പക്ഷേ ആഗ്രഹം. എങ്കിൽ മാത്രമേ ട്രംപിന്റെ പ്രഭാവം ഉണ്ടാകൂ. അത് ഞാൻ പറഞ്ഞത് ട്രംപിന്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ ആകണമെന്നില്ല. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അത്ര ലഘു അല്ലല്ലോ, വളരെ കോംപ്ലിക്കേറ്റഡ്. 2020 ട്രംപിന്റെ മരുമകൻ കൊണ്ടുവന്ന ഒരു പദ്ധതി, അത് ഗാസയും പലസ്തീനിലെ ഗാസ മുൻപും വെസ്റ്റ് ബാങ്കും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അതെ, ഒരു പാത മുഖേന. അപ്പോൾ ആ തരത്തിൽ അന്ന് വിഭാവനം ചെയ്ത ഒരു അമേരിക്കൻ ഭരണകൂടം പിന്നീട് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ പിന്നോട്ട് പോയതാണോ? പിന്നീട് ഒക്ടോബർ 7, 2023 ഒരു ആക്രമണത്തിൽ വരെ കലാശിച്ചത്. ഇവിടെ ഒരു ഹൈഫനേറ്റഡ് പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി 2 ഭാഗത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് വെസ്റ്റ് ബാങ്കും ഗസയും. ഇത് തമ്മിൽ നേരിട്ട് ബന്ധപ്പെടാനാവില്ല. ഒരു കോറിഡോർ ഇന്ന് നിലവിലില്ല. അപ്പൊ ഇസ്രായേലിന്റെ മണ്ണിലൂടെ വേണം ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ. പക്ഷെ അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യമെന്ന നിലയിൽ ഇപ്പൊ ബംഗ്ലാദേശും പാകിസ്ഥാനും, അല്ലെ, കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശും പടിഞ്ഞാറൻ പാകിസ്ഥാനായ ഇന്നത്തെ പാകിസ്ഥാനും, അതിനിടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യം കിടക്കുകയാണ്. അതുപോലുള്ള സാഹചര്യമാണിത്. അപ്പൊ ആ ഒരു സാഹചര്യം പലപ്പോഴും ഡിവൈഡിന് കാരണമാകും. അതുകൊണ്ട് ഇത് ആ ഒരു വിഷയം കൂടെ, ഒരു കമ്പൈൻഡ് പലസ്തീൻ വിത്ത് ആഡിക്വേറ്റ് സെക്യൂരിറ്റി എൻഡോഴ്സ്മെന്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കാനാവൂ. അങ്ങനെയാണ് ഒരു പ്ലാൻ ഉണ്ടായത് അവിടെ. പക്ഷെ ആ പ്ലാൻ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് മുമ്പ് ട്രംപ് പുറത്തുപോയി, ജോ ബൈഡൻ വന്നു. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മറ്റു ചിലതായിരുന്നു. അദ്ദേഹം ഒരു ദുർബലനായ, ചരിത്രത്തിലെ തന്നെ, അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലനായ പ്രസിഡന്റായി ഒരുപക്ഷെ ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് ജോ ബൈഡൻ. അമേരിക്കക്കാർ ഫർഗറ്റ് ചെയ്യാൻ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കണം ബൈഡൻ കമല ആ ഒരു കാലഘട്ടം. അതുകൊണ്ട് അതിൽ നിന്നൊരു വലിയ ഫാർ ക്രൈ ആണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന, പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയുന്ന, പരിഹരിക്കാൻ കഴിയുന്ന, ഏതറ്റം വരെ പോകാനും കഴിയുന്ന, എന്നാൽ അമേരിക്കക്കാർക്ക് ബാധ്യതകൾ ഉണ്ടാക്കി വെക്കാത്ത ബൈഡൻ അമേരിക്കക്കാർക്ക് ബാധ്യത ഉണ്ടാക്കി വെച്ച പ്രസിഡന്റാണ്, സാമ്പത്തികമായും അല്ലാതെയും. ട്രംപ് അമേരിക്കക്കാർക്ക് ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല. ഇനിയുള്ള കാലത്ത് ട്രംപ് ഒരു ബാധ്യതയാകുമോ എന്ന രീതിയിൽ ഒരു ഒന്നാം ഇന്നിംഗ്സ് ഒക്കെയാണ്. ട്രംപ് പരാജയപ്പെട്ടത് ഭരണപരാജയം കൊണ്ടല്ല, മറിച്ച് കോവിഡ് കൈകാര്യം ചെയ്ത രീതിയോടുള്ള ഒരു വിയോജിപ്പ് മാത്രമാണ്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. 2ാം ഊഴം അതിശക്തനായ ട്രംപ്, അല്ലെ, പോപ്പുലർ വോട്ട്, ഇലക്ട്രൽ വോട്ട്, അതുമാത്രമല്ല സെനറ്റിലെ ഭൂരിപക്ഷം, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ ഭൂരിപക്ഷമായി, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ ഭൂരിപക്ഷമായി. അവർ ട്രംപിനെ തടയാനും ചെക്സ് ആൻഡ് ബാലൻസസ് വർക്കൗട്ട് ചെയ്യാനും സാധ്യത കുറവാണ്. അങ്ങനെ കടിഞ്ഞാണൂരി വിടുന്ന ട്രംപ് ഏതറ്റം വരെ പോകും? അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ കഴിഞ്ഞ ദിവസം CNN പുറത്തുവിട്ട ഒരു സ്റ്റഡി റിപ്പോർട്ടിൽ ആ ആശങ്കകളുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ഏകാധിപത്യ പ്രവണതകൾ കാണിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ട്രംപിന്റെ 4 വർഷത്തെ പ്രസിഡൻസി. അത് പക്ഷേ അത് ഇപ്പോൾ നിലവിൽ കേവലം ഹൈപ്പോത്തസിസ് മാത്രമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം.